ന്യായപ്രമാണം, ഈ ദൈവത്തിൻ്റെ വചനം ഞാൻ അനുസരിക്കുന്നത് കൊണ്ട്, പ്രൈസ് ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ദൈവം നൽകിയത് കൊണ്ട്, ഞാൻ സമൂഹത്തിൽ ലജ്ജിതനായി പോകാത്തത് കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുമെന്ന് ഹല്ലേലൂയ ചങ്കുറപ്പോടുകൂടി ദൈവസന്നിധിയിൽ ഒരു ദൈവ പൈതലിന് പറയുവാൻ പറ്റും. അങ്ങനെ പറയുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ ഈ വചനത്തിനകത്ത് ഹല്ലേലൂയ ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ 119 സങ്കീർത്തനം ഈ 8 വാക്യങ്ങൾ വെച്ചുള്ളതായതുകൊണ്ട് എനിക്ക് ലഭിക്കപ്പെടുന്ന ഹല്ലേലൂയ സങ്കീർത്തന സമയങ്ങളിലൊക്കെ ഓരോ 8 വാക്യങ്ങൾ വെച്ച് പഠിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ഹല്ലേലൂയ. അപ്പോൾ നോക്കണമേ, അപ്പോൾ ഒന്ന് ന്യായപ്രമാണം എന്ന് പറയുന്ന ഒരു ഭാഗം ആദ്യമേ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് സാക്ഷ്യം, മൂന്നാമത് കൊടുത്തിരിക്കുന്നത് വഴി, നാലാമത് കൊടുത്തിരിക്കുന്നത് പ്രമാണം. പ്രൈസ് ഹല്ലേലൂയ. 5 ഹല്ലേലൂയ ഇതിനകത്ത് ചട്ടങ്ങൾ, ആറാമത്തത് കൽപ്പനകൾ, ഏഴാമത്തത് വിധികൾ. ഇത് ഇത്രയും ഭാഗം ഹല്ലേലൂയ 1 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ നമ്മൾക്ക് ഓരോ പദങ്ങൾ അതിനകത്ത് നിന്ന് എടുത്തു പറയാൻ പറ്റും. ഹല്ലേലൂയ ഇത്രയും കാര്യങ്ങൾ ഈ ന്യായപ്രമാണം ഹല്ലേലൂയ അനുസരിച്ച് നടക്കുമ്പോൾ കാണപ്പെടുന്ന ഈ കാര്യങ്ങൾ മുഴുവനും നമ്മെ കൊണ്ടെത്തിക്കുന്നതാകുന്ന ഒരിടമുണ്ട്. എന്താണെന്നറിയാമോ? പ്രൈസ് ഹല്ലേലൂയ ഈ ന്യായപ്രമാണത്തിലേക്കാണ് നമ്മെ ഇതെല്ലാം കൊണ്ട് അവസാനമായിട്ട് എത്തിക്കുന്നത്. അപ്പോൾ ന്യായപ്രമാണം എന്താണെന്ന് പഠിക്കണം, ഇല്ലയോ? ന്യായപ്രമാണം എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ പ്രൈസ് ഹല്ലേലൂയ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടുകയുള്ളൂ. 1-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ എന്തോ പറയുന്നത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണം ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ന്യായപ്രമാണം എന്ന് പറയുന്നത് സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ പറയുന്നത് അല്ല, അത് അനുസരിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ ഭാഗ്യവാനാകണമെങ്കിൽ പ്രൈസ് അതിനാദ്യമേ കൊടുത്തിരിക്കുന്ന വാക്കുകൾ എന്തുവാ? ദുഷ്ടന്മാരുടെ ആലോചന എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു നീതിപൂർവമാകുന്ന ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഫലപ്രദമാകുന്ന ഒരു ജീവിതം ഒരു മനുഷ്യനെ കെട്ടിപ്പടുക്കുവാൻ ഇടയാക്കുന്നത് ഈ ന്യായപ്രമാണമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടി ഞാൻ പറയാം. ഫലപ്രദമാകുന്ന ഒരു ജീവിതം ഒരു മനുഷ്യനെ കെട്ടിപ്പടുക്കുവാൻ ഇടയാകണമെങ്കിൽ, നീതിപൂർവമാകുന്ന പെരുമാറ്റം ജീവിതത്തിൽ ഒരു മനുഷ്യന് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ അവന് ഹല്ലേലൂയ ജീവിക്കുവാൻ ഇടയാകണമെങ്കിൽ ന്യായപ്രമാണം അനുസരിക്കുന്നവന് മാത്രമേ സാധ്യമാകൂ. ആദ്യമേ പറഞ്ഞു എന്തുവാ? 1-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യം ദുഷ്ടന്മാരുടെ ആലോചന, പാപികളുടെ വഴി, പരിഹാസികളുടെ ഇരിപ്പിടം. ഇതിൽ നിന്നും ഒരു മനുഷ്യനെ മാറ്റുന്നത് എന്തുവാ? പ്രമാണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രൈസ് ഹല്ലേലൂയ ഒരു മനുഷ്യന്റെ ഫലപ്രദമാകുന്ന ഒരു ജീവിതം അല്ലെങ്കിൽ ഹല്ലേലൂയ നീതിപൂർവമാകുന്ന ഒരു പെരുമാറ്റം ഒരു മനുഷ്യൻ എങ്ങനെ കൊണ്ടുവരുത്തുവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ പ്രമാണം അനുസരിക്കുന്നവന് മാത്രമേ ഒരു നീതിപൂർവമാകുന്ന അല്ലെങ്കിൽ ഒരു പെരുമാറ്റം ജീവിതത്തിൽ കൊണ്ടുവരുത്തുവാൻ പറ്റൂ. നമ്മൾ പറയുക കേട്ടിട്ടില്ല, അവൻ്റെ പെരുമാറ്റം കൊള്ളത്തില്ലെന്ന്. സ്വഭാവമായി പറയുന്ന കാര്യമാണ്. അവൻ്റെ പെരുമാറ്റം ശരിയല്ല, അവനോട് നിങ്ങൾ സഹകരിക്കരുത് എന്നൊക്കെ നമ്മൾ അല്ലെങ്കിൽ പൊതുവെ പറയപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പെരുമാറ്റം ജീവിതത്തിൽ ഹല്ലേലൂയ നീതിപൂർവമാകുന്ന പെരുമാറ്റം ഉണ്ടാകണമെങ്കിൽ അവൻ എന്തു ചെയ്യണം? അവൻ ഹല്ലേലൂയ പ്രമാണം അനുസരിക്കുന്നവനാകണം. പ്രമാണം അനുസരിക്കാത്തവന് അവൻ്റെ ജീവിതത്തിലെ പെരുമാറ്റം ഹല്ലേലൂയ എന്നുള്ളതായിരിക്കും, ശരിയാകത്തില്ല. മറ്റുള്ളവരോട് പെരുമാറുന്നത്, സമൂഹത്തോട് പെരുമാറുന്നത്, കുടുംബജീവിതത്തിലുള്ള പെരുമാറ്റം, ഈ ലോകപരമായി നമ്മൾ സമൂഹത്തിലേക്ക് ജീവിക്കുമ്പോഴുള്ള പെരുമാറ്റം, സഭയ്ക്കകത്ത് വരുമ്പോഴുള്ള പെരുമാറ്റം, ഇതൊക്കെയും നീതിപൂർവമാക്കുന്നത് പ്രമാണം അനുസരിക്കുന്ന മനുഷ്യന് മാത്രമേ സാധ്യമാകൂ. പ്രമാണം അനുസരിക്കാത്തവന് അവൻ്റെ പെരുമാറ്റത്തിന് മാറ്റമുണ്ടാകും, അവൻ്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകും. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഇല്ലയോ? പെരുമാറ്റം എന്ന് പറയുന്നത് എന്തുവാ? അത് അവൻ്റെ സ്വഭാവമാണ്. എൻ്റെ സ്വഭാവം കാണുമ്പോഴറിയാം ഹല്ലേലൂയ ഞാൻ ആരാണെന്ന്, ഇല്ലയോ? പ്രൈസ്. മറ്റുള്ളവരോട് ഇടപെടുന്നത് കാണുമ്പോൾ ഹല്ലേലൂയ നമുക്കറിയാൻ പറ്റും അവൻ്റെ സ്വഭാവം എന്തുവാണെന്ന്. പ്രൈസ് ഹല്ലേലൂയ. പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലേ, അവൻ നല്ല കൈൻഡുള്ള ഒരു മനുഷ്യനാണ്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള നല്ല ദയാലുവാകുന്ന മനുഷ്യനാണ്. പ്രൈസ് ഹല്ലേലൂയ. അവനൊക്കെ ഹല്ലേലൂയ എന്ത് അടിസ്ഥാനമെന്ന് പറയാമോ? അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവൻ ഒരു പെരുമാറ്റം അങ്ങനെ കൊണ്ടുവരുത്തുവാൻ ഇടയാകുന്നത്
ഈ പ്രമാണം ഹല്ലേലൂയ ദൈവത്തിൻ്റെതാകുന്ന പ്രമാണം അനുസരിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ പറ്റൂ. ഹല്ലേലൂയ. അപ്പോൾ ആ പ്രമാണം അനുസരിക്കുന്ന മനുഷ്യൻ, ഒന്നാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ എന്തോ പറയുന്നത്? രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ ജീവിതത്തിൽ എന്തുണ്ടാകുന്നു? ഭാഗ്യവാൻ എന്ന് പറയുമ്പം ഒരു സന്തോഷമുണ്ടാകുന്നു, ഇല്ലയോ? ഒരു ഭാഗ്യം. ലോട്ടറി അടിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ അവൻ എന്തു ചെയ്യുന്നേ? അവന് സന്തോഷമുണ്ടാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ പ്രൈസ് ദി ലോർഡ് മറ്റൊന്നും ചെയ്യേണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രമാണം അനുസരിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണം അനുസരിച്ചാൽ, അല്ലെങ്കിൽ ന്യായപ്രമാണം പഠിച്ചാൽ, അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ജ്ഞാനമുണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ അറിവുണ്ടാകും. ഹല്ലേലൂയ. ഇതിനൊക്കെ വാക്യങ്ങളുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയം ലഭിക്കുന്നതിനനുസരിച്ച് നമ്മൾക്ക് വായിച്ചു പോകാം. അപ്പോൾ ഒന്ന്, ന്യായപ്രമാണം പഠിക്കേണ്ടുന്നതിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ഈ ദൈവവചനം പഠിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമേ നിങ്ങളോട് ചോദിക്കുക, ഈ ദൈവവചനം പഠിക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയണം, നീതിപൂർവമാകുന്ന ഒരു പെരുമാറ്റം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുത്തുവാൻ ഈ പുസ്തകം എനിക്ക് ആവശ്യമാണ്. മറ്റുള്ളവരോട് എനിക്ക് ഇടപെടുവാൻ, ഹല്ലേലൂയ, അങ്ങനെ പ്രവർത്തിക്കുവാൻ, നല്ല ഒരു മനസ്സിനുടമയായി ജീവിക്കുവാൻ ഈ ന്യായപ്രമാണം എനിക്ക് ആവശ്യമാണ്. രണ്ട്, ഫലപ്രദമാകുന്നൊരു ജീവിതം എൻ്റെ ജീവിതത്തിൽ കെട്ടിപ്പടുക്കുവാൻ അല്ലെങ്കിൽ ഉണ്ടാക്കുവാൻ ഈ ദൈവത്തിൻ്റെ വചനം എനിക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ടുമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമാണ്, ഇല്ലയോ? ഫലപ്രദമാകുന്ന ഒരു ജീവിതം. ചിലർ ഫലം ഹല്ലേലൂയ ഉണ്ട്, മനുഷ്യന് പലതും അല്ലെങ്കിൽ ഫലത്തെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട്. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഫലമില്ലാതെ പോയാൽ എന്ത് പറ്റും? നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത് പ്രൈസ് ദി ലോർഡ് ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഫലമില്ലെങ്കിലോ? പ്രൈസ് ദി ലോർഡ്. ഒരു പ്രയോജനമില്ല. നമ്മുടെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത ഒരവസ്ഥ. ഒരു ഫലപ്രദമാകുന്ന ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനമില്ലാതെ പോയാൽ അതുണ്ടാകണമെങ്കിൽ വചനം പറയുന്നു, ന്യായപ്രമാണം അനുസരിക്കണം, അല്ലെങ്കിൽ പ്രമാണം അനുസരിക്കണം. അതാണ് ഹല്ലേലൂയ വചനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കുക. എഫേസ്യർ എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ. അപ്പോസ്തലനാകുന്ന പൗലോസ് ഹല്ലേലൂയ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയുള്ള ജനത്തോട് പൗലോസ് പറയുക, നിങ്ങളൊരു കാര്യം കേട്ടിട്ടുണ്ട്. ആ കേട്ടത് എന്തുവാ? വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം വെളിപ്പെട്ടു വന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നു, നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. അത് കഴിഞ്ഞിട്ട് ആ മർമ്മം നോക്കണമേ. അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നു, ന്യായപ്രമാണം മുഴുവനും പഠിച്ച മനുഷ്യനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ മനുഷ്യൻ ഹല്ലേലൂയ ആ കാലഘട്ടത്തിൽ മറ്റ് പലർക്കും, പിതാക്കന്മാർക്ക് പലതും, പൂർവ്വകാലങ്ങളിലുള്ള മനുഷ്യർക്ക് വെളിപ്പെടാത്തതാകുന്ന ഒരു മർമ്മം, ഹല്ലേലൂയ, ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതാകുന്ന ഒരു മർമ്മം, ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നതാകുന്ന ഒരു മർമ്മം പൂർവ്വ പിതാക്കന്മാർക്ക് വെളിപ്പെടാത്തത് അപ്പോസ്തലനാകുന്ന പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തു ദൈവം. ആ മർമ്മം എന്താണെന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ മർമ്മം എന്ന് പറയുന്നത് ഹല്ലേലൂയ സമൂഹം മുഴുവനും കേട്ടിട്ടുള്ളതാ. പൗലോസിനൊരു മർമ്മം വെളിപ്പെട്ടു. പക്ഷെ ആ മർമ്മം ഹല്ലേലൂയ ന്യായപ്രമാണ കാലഘട്ടത്തിൽ ന്യായപ്രമാണം അരിച്ച് ഗുണിച്ച് ഹരിച്ച് പഠിച്ചിരിക്കുന്ന പിതാക്കന്മാർക്ക് വെളിപ്പെട്ടിട്ടുള്ളതല്ല. പക്ഷെ പൗലോസിന് വെളിപ്പെട്ടു. പൗലോസ് പറയുകയാണ്, പ്രവാചകന്മാർക്കും അപ്പോസ്തലന്മാർക്കും ഹല്ലേലൂയ യഹോവയാകുന്ന ദൈവം ആ മർമ്മം വെളിപ്പെടുത്തി കൊടുത്തു. അത് വായിച്ചാൽ, ഏത് 4-ാമത്തെ വാക്യം പറയുകയാണ്, നിങ്ങളത് വായിച്ചാൽ. എന്തുവാ വായിക്കുന്നത്? അപ്പോസ്തലനാകുന്ന പൗലോസിന് വെളിപ്പെട്ടിട്ടുള്ള ആ മർമ്മം അത് ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതാകുന്ന മർമ്മമാണ്. പക്ഷെ അത് ആർക്കും വെളിപ്പെട്ടിട്ടില്ല. മറ്റ് പലർക്കും, പിതാക്കന്മാർക്ക് പലർക്കും ആ മർമ്മം ആർക്ക് വെളിപ്പെടുത്തി കൊടുത്തു?
അല്ലെങ്കിൽ പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പൗലോസ് പറയാ, നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മം. അപ്പോൾ ന്യായപ്രമാണം എന്ന് പറയുന്നത് ആരാ? പ്രൈസ് ദി ലോർഡ്. ഞാനതാ പറഞ്ഞത്, ഈ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഇതിനെ കൊണ്ടെത്തിക്കുന്നതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിലേക്കാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആനന്ദം കൊണ്ടുവരുന്നതും സന്തോഷം കൊണ്ടുവരുത്തുന്നതും ഫലപ്രദമാകുന്ന ഒരു ജീവിതത്തിന് ഉടമയായി തീരുന്നതും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതും ന്യായപ്രമാണം പഠിക്കുമ്പോഴാണെന്ന് പറഞ്ഞാൽ, ആ പ്രമാണം പലർക്കും വെളിപ്പെടാതെ പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്ത മർമ്മം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ആയിരുന്നു. അപ്പൊ നമുക്ക് വെളിപ്പെട്ടോ? പ്രൈസ് ദി ലോർഡ്. അവസാനം നമ്മൾ കൊണ്ടെത്തിക്കുന്നത് എവിടെയാ? ക്രിസ്തുവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക. ഈ പുസ്തകം പഠിച്ചാൽ, ഈ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം പഠിച്ചാൽ, വായിച്ചാൽ, നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു ഇടമുണ്ട്. അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവാണ് നിങ്ങളെ സമാധാനത്തിൽ വഴി നടത്തുന്നത്. ആ ക്രിസ്തുവാണ് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത്. ആ ക്രിസ്തുവാണ് നിങ്ങൾക്ക് ഫലപ്രദമാകുന്ന ഒരു ജീവിതം നൽകുവാൻ കഴിയുന്നത്. ആ ക്രിസ്തുവാണ് ഫലപ്രദമാകുന്ന അല്ലെങ്കിൽ നീതിപൂർവമാകുന്ന ഒരു പെരുമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നയിക്കപ്പെടുവാൻ നിങ്ങളെ സഹായിക്കുന്നത്. പൗലോസിന് ലഭിച്ച ഒരു മർമ്മമാണ്. എന്തുവാ? പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ 4-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഒരു മർമ്മം മറഞ്ഞിരിക്കുന്നതാകുന്ന കാര്യമാണ് മർമ്മം എന്ന് പറയുന്നത്. അത് വെളിപ്പെട്ട് വരണം. അത് വെളിപ്പെട്ട് വന്നത് ആർക്കാ? അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെടുത്തി. ന്യായപ്രമാണത്തിലെ ദൈവത്തിന്റെ പ്രമാണത്തിൽ അല്ലെങ്കിൽ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചാൽ ചുരുളുകളിൽ ക്രിസ്തുവിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നതാകുന്ന മർമ്മം പരസ്യമായി യേശു ക്രിസ്തുവിനെ അവിടെ വെളിപ്പെടുത്തിയില്ലെങ്കിലും അല്ലെങ്കിൽ ദൈവം മറച്ചു വെച്ചിരിക്കുന്നതാകുന്ന ചില മർമ്മങ്ങളെ പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തു. പൗലോസിലൂടെ അല്ലെങ്കിൽ ജാതികളാകുന്ന നമ്മൾക്ക് വെളിപ്പെട്ടു. ആ മർമ്മം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ആ മർമ്മം എന്ന് പറയുന്നത് ക്രിസ്തുവാ. ആ ക്രിസ്തുവാണ് എന്നെ എവിടെ കൊണ്ടെത്തിക്കുന്നത്? ഹല്ലേലൂയ, നിത്യതയിൽ അല്ലെങ്കിൽ സമാധാനത്തിൽ എൻ്റെ ജീവിതം കൊണ്ടെത്തിക്കുന്നത്. ഈ മർമ്മം, ഒത്തിരി മർമ്മമുണ്ട്. ഒന്നാമത്തെ മർമ്മം എന്ന് പറയുന്നത് ഹല്ലേലൂയ, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി, വായിച്ചാൽ മതി. അത് പോയിട്ട് അതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നതാകുന്ന ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ വെളിച്ചം എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. പൗലോസിന് ലഭിക്കപ്പെട്ട മർമ്മം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മമാണെങ്കിൽ അതിലൂടെ അവന് വെളിപ്പെട്ടത് സുവിശേഷത്തിന്റെ ഒരു മർമ്മമാണ്, സുവിശേഷത്തിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിന് മേൽ കടന്നു വന്നു. നമ്മൾ ഒരു കാലഘട്ടത്തിൽ ആരായിരുന്നു? അന്ധകാരത്തിൽ കിടന്നവരായിരുന്നു, പിശാചിന്റെ അടിമത്തത്തിൽ കിടന്നവരായിരുന്നു. പിതാക്കന്മാർ പലരും ഹല്ലേലൂയ ഈ അന്ധകാരത്തിന്റെ കീഴിലേക്ക് അകപ്പെട്ടു പോയവരാ. എന്നാൽ ഒരു ഭാഗ്യ പദവി ഹല്ലേലൂയ ചില പിതാക്കന്മാർക്ക് കർത്താവ് നൽകി. അത് സുവിശേഷത്തിന് ഒരു വെളിച്ചമായിരുന്നു. 100 വർഷങ്ങൾക്കപ്പുറമായി ഹല്ലേലൂയ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിക്കപ്പെട്ട ഹല്ലേലൂയ ഒരു വെളിച്ചം. അതുമൂലമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. അതാണ് സുവിശേഷത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത്. അടിസ്ഥാനം എവിടെയാണ് കിടക്കുന്നത്? ന്യായപ്രമാണം അനുസരിച്ച് ഹല്ലേലൂയ നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു മർമ്മമുണ്ട്. ആ മർമ്മം എന്ന് പറയുന്നത് ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവനാണ് ആര്? ഭാഗ്യവാൻ. ലോകത്തിൽ ഹല്ലേലൂയ ഭാഗ്യവാന്മാർ പലരും കാണും. സമ്പത്ത് കൊണ്ട് ഹല്ലേലൂയ ഭാഗ്യപദവി അലങ്കരിക്കുന്നവർ കാണും. എന്നാൽ ഹല്ലേലൂയ ഈ മർമ്മം എന്ന് പറയുന്നത് ഹല്ലേലൂയ സമ്പത്തല്ല, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ട ജീവനാണ്. അത് നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു ഭാഗ്യപദവി. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. രണ്ടാമത് അത് വെളിപ്പെട്ടതാകുന്ന ഒരു മർമ്മം എന്ന് പറയുന്നത് റോമാലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലുണ്ട്. വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു മർമ്മം. ലോകം മുഴുവനും ഹല്ലേലൂയ ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ ഭയഭക്തിയോടുകൂടി ന്യായപ്രമാണം അനുസരിച്ച് നീതിപൂർവമാകുന്ന പെരുമാറ്റത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതാകുന്ന ഹല്ലേലൂയ ന്യായവിധികൾ ഒന്നിനു പുറകെ ഒന്നായി ഹല്ലേലൂയ അത് ആർക്ക് ലഭിക്കും? ഇത് പ്രമാണിക്കാത്തവർക്ക് ലഭിക്കും. ഇതൊരു മർമ്മമാണ്. ഇത് വെളിപ്പെട്ടത് ആർക്കാ?
പൗലോസിനാ. ഇന്ന് പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അറിഞ്ഞെങ്കിൽ, സുവിശേഷത്തിന്റെ വെളിച്ചമെന്ന മർമ്മം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞെങ്കിൽ, രണ്ടാമത് ഞാൻ വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ ജനമേ, ന്യായവിധിയെ കുറിച്ചുള്ള, വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചുള്ളതാകുന്ന ഓർമ്മ അല്ലെങ്കിൽ ആ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതം എത്ര തന്നെ കൊണ്ടുപോയാലും പ്രയോജനമില്ല. ഇതൊരു മർമ്മമാ, ഇത് പൗലോസിന് വെളിപ്പെട്ടതാ. അതുകൊണ്ടത് നിങ്ങളത് വായിച്ചാൽ ഇത് ഭയങ്കര വെളിപ്പാടാ. ഇത് ഭയങ്കര ഒരു നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ് ഈ മർമ്മം എന്ന് പറയുന്നത്. അത് ന്യായപ്രമാണം അനുസരിക്കുന്നതിലൂടെ ലഭിക്കപ്പെടുന്ന മർമ്മമാണ്. മൂന്നാമത്തെ കാര്യം, പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ടതുമാകുന്ന സത്യമാണ്. ആരാ സത്യം? റോമാലേഖനം 16:25 ഗലാത്യർ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് വെളിപ്പെടുവാൻ കഴിയും. നാലാമത് വെളിപ്പെടുവാനുള്ള ഒരു തേജസ്സാ. അഞ്ചാമത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവാ. ആറാമത് ദൈവപുത്രന്മാരുടെ വെളിപ്പാടാണ്. ഇത്രയും കാര്യങ്ങളാണ് അപ്പോസ്തലനാകുന്ന പൗലോസിന് വെളിപ്പെട്ടത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ന്യായപ്രമാണം എന്ന് പറയുന്നത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് മറ്റൊന്നുമല്ല. നിങ്ങൾ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വായിക്കുമ്പോൾ നമ്മളെ പേടിപ്പെടുത്തുന്നതാകുന്ന ചില കാര്യങ്ങളൊക്കെ ന്യായപ്രമാണത്തിലൂടെ ലഭിക്കുമെങ്കിൽ, കാണുവാൻ കഴിയുമെങ്കിലും അതിനെക്കാട്ടിലും അപ്പുറമായി നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മൾക്ക് വേണ്ടി യാഗമായി തീർന്ന ഒരു ക്രിസ്തുവിനെ ഈ ന്യായപ്രമാണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുമ്പോൾ അത് നമ്മെ കൊണ്ടെത്തിക്കുന്നതാകുന്ന ഒരു വെളിച്ചമുണ്ട്. അത് കൊണ്ടെത്തിക്കുന്നതാകുന്ന ഒരു വലിയൊരു ആലോചനയുണ്ട്. വെളിപ്പെടുവാനുള്ള, നമ്മുടെ ജീവിതത്തിന്മേൽ വെളിപ്പെടുവാനുള്ള തേജസ്സും ഒക്കെ ദൈവസന്നിധി നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനം 19:8 വായിച്ചോട്ടെ. സങ്കീർത്തനം 19 അധ്യായം 8 വാക്യം. യഹോവയുടെ ആജ്ഞകൾ അവ ഹൃദയത്തെ, ആമേൻ, യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രമാണം എന്ന് പറയുന്നത് ഒന്നുമല്ല, വേറൊന്നുമല്ല, അത് നേരുള്ളതാ. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാ. യഹോവയുടെ വിധികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പ്രമാണം എന്ന് പറയുന്നത് സത്യമായവയാ. പ്രൈസ് ദി ലോർഡ്. അത് ഒട്ടൊഴിയാതെ എന്തുള്ളതാ? നീതിയുള്ളതാ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നതും നമ്മെ നേരോടെ നടത്തുന്നതും സത്യമായതും സത്യത്തിൻ്റെ പാതയിലൂടെയൊക്കെ നമ്മെ കൊണ്ടുപോകുന്നതും ഈ പ്രമാണമാണ്. പ്രൈസ് ദി ലോർഡ്. 111 സങ്കീർത്തനം അതിൻ്റെ 7 വാക്യത്തിലുണ്ട്, യഹോവയുടെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ, വിശ്വസിക്കുവാൻ കൊള്ളാകുന്നതാ. ഒരു മനുഷ്യന് എന്തെങ്കിലും വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ ആ വിശ്വസിക്കുവാൻ കഴിയുന്നത് ഈ ദൈവത്തിൻ്റെ വചനമാണ്, ഈ ന്യായപ്രമാണമാണ്, ഈ പ്രമാണമാണ്. ഈ പ്രമാണം നിങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ അതെന്ത് ചെയ്യും? സന്തോഷിപ്പിക്കും. പ്രമാണമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. 119 സങ്കീർത്തനം അതിൻ്റെ 92, 93, 94 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുമ്പോൾ കഴിയും, പ്രമാണം ആണ് നമ്മെ ജീവിപ്പിക്കുന്നത്. ഒന്ന് വായിക്കാമോ? ആമേൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കുകയില്ല, അവയെ കൊണ്ടല്ലോ നീ എന്നെ. അപ്പോൾ ന്യായപ്രമാണമെന്ന് പറയുന്നത് നമ്മെ ജീവിപ്പിക്കുന്നതാ. അല്ലെങ്കിൽ പ്രമാണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രമാണം സത്യമായതാണെങ്കിൽ, നീതിയുള്ളതാണെങ്കിൽ, അത് വിശ്വാസയോഗ്യമാണെങ്കിൽ അത് നമ്മെ എന്തു ചെയ്യും? സന്തോഷിപ്പിക്കുക മാത്രമല്ല, ഇവിടെ വായിച്ചത് ജീവിപ്പിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ഒന്ന് നോക്കണം. അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന അവസ്ഥയാണോ? പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ എന്തെങ്കിലും മരിച്ചു കിടക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതിനെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനാകുന്ന
ഒരു ദൈവത്തിന്റെ പ്രമാണമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പലരും ഹല്ലേലൂയ കഷ്ടതയുടെയും ഹല്ലേലൂയ വേദനയുടെയും അവസ്ഥയിലൂടെ ഒക്കെ പോകുമ്പോൾ ഹല്ലേലൂയ കർത്താവ് എനിക്കൊരു ജീവിതമില്ലയോ, എനിക്കൊരു ജീവനില്ലയോ, എനിക്കൊരു ജീവൻ പ്രാപിക്കുവാൻ കഴിയുകയില്ലയോ എന്ന് പറയുമ്പോൾ അല്ലെ നിങ്ങളുടെ കൈകളിൽ തന്നെ ഇത് തന്നിട്ടുണ്ട്. എന്തുവാ? പ്രമാണം തന്നിട്ടുണ്ട്. അത് നിങ്ങളെ ജീവിപ്പിക്കുന്നതാണെങ്കിൽ ദൈവത്തോടെ വചനത്തോടെ ചേർന്ന് നിന്ന് പറയുവാൻ പറയണം, കർത്താവേ അങ്ങയുടെ പ്രമാണമാണ് എന്നെ ജീവിപ്പിക്കുന്നതെങ്കിൽ എൻ്റെ മരിച്ചു കിടക്കുന്ന അവസ്ഥകൾക്ക് എനിക്ക് ജീവൻ നൽകുവാൻ കഴിയുന്ന പ്രമാണത്തെ ഞാൻ അനുസരിക്കുന്നു എന്ന് അതിലെ ദൈവസന്നിധിയിൽ പറയുവാൻ കഴിയുന്ന ദൈവവൈതലേ, നിന്നെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനാകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള കാര്യം മറന്നു പോകരുത്. 119 സങ്കീർത്തനം അതിൻ്റെ 168 വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, ഞാൻ നിന്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു, എൻ്റെ വഴികളെല്ലാം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. എന്തുവാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ന്യായപ്രമാണം അനുസരിക്കുന്ന ദൈവവൈതൽ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രമാണം അനുസരിക്കുന്ന മനുഷ്യർ മറന്നു പോകരുത്. എൻ്റെ വഴികളെല്ലാം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ വഴികളിൽ ദൈവം എന്ത് ചെയ്യുകയാ? ദൃഷ്ടി വയ്ക്കുകയാ, ഇല്ലയോ? അതിൻ്റെ അർത്ഥം അതാ. ഓരോ മനുഷ്യരുടെയും വഴികളിൽ ദൃഷ്ടി വെക്കുന്നവനാകുന്ന ദൈവം. എന്നെ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ, നോക്കിക്കൊണ്ടിരിക്കുകയാ, വെക്കുകയല്ല, നോക്കിക്കൊണ്ടിരിക്കുകയാ. അപ്പോൾ ഹല്ലേലൂയ ദൈവം എൻ്റെ വഴികളെ നോക്കുമ്പോൾ ഞാൻ ഈ പ്രമാണം അനുസരിച്ചല്ല ജീവിക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ജീവൻ ദൈവം നൽകാൻ പറ്റും? എന്നെ എങ്ങനെ ദൈവം സമാധാനത്തിൽ നടത്തും? അല്ലെങ്കിൽ എന്നെ ദൈവം എങ്ങനെ സന്തോഷം നൽകുവാൻ കഴിയും? എന്നെ ദൈവം എങ്ങനെ ഭാഗ്യ പദവിയിലേക്ക് എന്നെ വഴി നടത്തും? അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നിന്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും ഞാൻ പ്രമാണിക്കുന്നു, എൻ്റെ വഴികൾ നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. അപ്പോൾ ഒരു വാക്യം അല്ലെങ്കിൽ അതിനോട് ചേർന്ന് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ട ഒരു വചനമുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 32 അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ അവിടെ വായിച്ചിട്ട് ഞാൻ ഇരിക്കാം. യിരെമ്യാവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. യിരെമ്യാവിൻ്റെ പുസ്തകം 32 അധ്യായം അതിൻ്റെ 18-19 വാക്യം. ആമേൻ. ദൈവം പറയുകയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ യിരെമ്യാ പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ, നീ 1000 തലമുറയോളം ദയ കാണിക്കുന്നു. ആമേൻ. പേടിക്കേണ്ട ഒരു ഭാഗമാണ് ദൈവത്തിൻ്റെ ജനമേ. ന്യായപ്രമാണം അനുസരിക്കുന്ന ദൈവ പൈതൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ 1000 തലമുറ വരെ ദൈവം എന്ത് ചെയ്യുന്നു? അവരോട് ദയ കാണിക്കുന്നവനാകുന്ന ഒരു ദൈവമാണ്. അപ്പോൾ പ്രമാണം അനുസരിക്കാതെ നടക്കുന്ന ദൈവ മക്കൾ അല്ലെങ്കിൽ ലോക മനുഷ്യർ അല്ലെങ്കിൽ പ്രമാണം അനുസരിച്ചിട്ട് വഴിതെറ്റിപ്പോകുന്നവരോടും ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രവാചകന് പ്രാർത്ഥിക്കുവാനുള്ളൊരു പദമാണ് ഹല്ലേലൂയ. എന്താണ്? പിതാക്കന്മാർ ചെയ്ത അകൃത്യത്തിന് ഹല്ലേലൂയ എന്ത് ചെയ്യും ദൈവം? അത് കഴിഞ്ഞിട്ട് ആമേൻ. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തികളുടെ ഫലത്തിന് തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിലും ദൃഷ്ടി വെക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇവിടെ എന്തോ പ്രാർത്ഥിച്ച 119-168, ഞാൻ നിന്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു, എൻ്റെ വഴികളെല്ലാം നിന്റെ ഇരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചത് ഇതാ. യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, ഓരോരുത്തൻ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കേണ്ടുന്നതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിലും ദൃഷ്ടി വെക്കുന്നു. അപ്പോൾ കർത്താവ് ഇതെല്ലാം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്, ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കും, ഹല്ലേലൂയ, കുറേ ആൾക്കാരെ ദൈവത്തിൻ്റെ ദൂതഗണങ്ങൾ ഭയങ്കരമാണ്. കർത്താവ് ചില ആൾക്കാർക്ക് ദൂതന്മാർക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുക, ഒരു ഏരിയ ഇങ്ങനെ കൊടുത്തിട്ട് ഇവരെല്ലാം നോക്കിക്കൊള്ളാൻ പറഞ്ഞേക്കാം. അപ്പോൾ അതിനകത്ത് ഞാനുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഹല്ലേലൂയ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതം നോക്കുമ്പോൾ വലിയ പ്രസംഗങ്ങളൊക്കെ പ്രസംഗിക്കുന്നു. പക്ഷേ എനിക്കുള്ള ഹല്ലേലൂയ പോക്ക് ശരിയല്ലെങ്കിലോ? ആമേൻ. രഹസ്യത്തിൽ കാണുന്നവനാകുന്ന ദൈവം ദൂതന്മാർ എന്നെ നോക്കുമ്പോൾ എനിക്ക് ഹല്ലേലൂയ എൻ്റെ ജീവിതം നയിക്കപ്പെടുന്നത് പല വ്യത്യസ്തമാകുന്ന ജീവിത രീതിയിലാണെങ്കിൽ ഹല്ലേലൂയ ഞാൻ മൂലം കഷ്ടമനുഭവിക്കുന്നത് ആരാ? എൻ്റെ തലമുറകളാണ്.
അവർക്ക് എന്ത് സംഭവിക്കും? അതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നീ 1000 തലമുറയോളം ദയ കാണിക്കുന്നു. ആ ദയ കാണിക്കുന്നവനാകുന്ന ദൈവം, പ്രൈസ് ദി ലോർഡ്, പിതാക്കന്മാരുടെ പാപം അകൃത്യം അവരുടെ തലമുറകളുടെ മാറിടത്തിലേക്ക് മടക്കി വരുത്തുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയപ്പെടണം ദൈവത്തിൻ്റെ ജനമേ. പ്രമാണം അനുസരിക്കുവാനുള്ളതാ, അവൻ്റെ സാക്ഷ്യങ്ങൾ പ്രമാണിക്കുവാനുള്ളതാ, അവൻ്റെ പ്രമാണത്തിൽ ജീവിക്കുവാനുള്ളതാ. ആ പ്രമാണം അനുസരിക്കുന്ന ദൈവവൈതലിനെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാ. എന്തിനു വേണ്ടി? അവരുടെ തലമുറകളെ അനുഗ്രഹിക്കുവാൻ, അവൻ്റെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കുവാൻ, നന്മ പ്രാപിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അതിനെയൊക്കെ ആഗ്രഹിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് വഴിതെറ്റിപ്പോകുന്ന അവസ്ഥയാണെങ്കിൽ എന്തുവാ പ്രയോജനം? ഇന്ന് പകൽക്കാലം കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നീ മനുഷ്യരുടെ എല്ലാ വഴികളിലും കർത്താവ് എന്ത് ചെയ്യുന്നു? ദൃഷ്ടി വയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 119 സങ്കീർത്തനം 1 വാക്യം മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. എൻ്റെ നടപ്പിനെ അറിയുന്നവനാകുന്ന ദൈവമാണ്. നീ മനുഷ്യരുടെ എല്ലാ വഴികളിലും ദൃഷ്ടി വയ്ക്കുന്നവനാകുന്നൊരു ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവേ, ഈ പ്രമാണം അല്ലെങ്കിൽ എന്നെ കൊണ്ടെത്തിക്കുന്നത് ക്രിസ്തുവിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനാകുന്ന പൗലോസിന് വെളിപ്പാടിനാൽ എനിക്കൊരു മാർഗമറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാ. നിങ്ങൾ അത് വായിച്ചാൽ, അപ്പോസ്തലനാകുന്ന പൗലോസിന് വെളിപ്പെട്ടതാകുന്ന മർമ്മം അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ലഭിക്കും. ആ മർമ്മം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ന്യായപ്രമാണത്തിൽ മറഞ്ഞിരിക്കുന്നതാകുന്ന ഒരു മർമ്മമുണ്ടായിരുന്നു. അത് പിതാക്കന്മാർക്കും പ്രൈസ് ദി ലോർഡ് മനുഷ്യർ പൂർവ്വകാലങ്ങളിലുള്ള മനുഷ്യർക്ക് വെളിപ്പെടാത്തതാകുന്ന മർമ്മം യഹോവയാകുന്ന ദൈവം തൻ്റെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെടുത്തി കൊടുത്ത മർമ്മം, അപ്പോസ്തലനാകുന്ന പൗലോസിലൂടെ വെളിപ്പെട്ട മർമ്മം, പത്രോസിലൂടെ വെളിപ്പെട്ടതാകുന്ന മർമ്മം, അല്ലെങ്കിൽ തലമുറകൾ കടന്നുപോയപ്പോൾ ആ തലമുറകളിലൂടെ ലഭിക്കപ്പെട്ട മർമ്മം ഇന്ന് ദൈവസന്നിധിയിൽ എൻ്റെ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലെ നിങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെട്ടു. ആ ന്യായപ്രമാണം എന്ന് പറയുന്നത് കഠിനമായതല്ല, നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹമാ. നിങ്ങളിൽ വെളിപ്പെട്ടതാകുന്ന മർമ്മം എന്ന് പറയുന്നത് ക്രിസ്തുവാ. ആ ക്രിസ്തുവാണ് നമ്മെ നീതിപൂർവമാകുന്ന ഒരു പെരുമാറ്റത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഫലപ്രദമാകുന്ന ഒരു ജീവിതം നമ്മെ നയിക്കുവാൻ ഇടയാക്കുന്നത് ഈ മർമ്മമാ. പ്രൈസ് ദി ലോർഡ്. നമ്മെ സന്തോഷിപ്പിക്കുവാൻ ഇടയാക്കുന്നത് ഈ മർമ്മമാ. നമുക്ക് അറിവും ജ്ഞാനവും നൽകുന്നത് ഈ മർമ്മമാ. പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഇടയാക്കുന്നത് ഈ മർമ്മം നമ്മൾക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ലജ്ജിച്ചു പോകാതിരിക്കുന്നത്. അനുസരിച്ചാൽ അനുഗ്രഹം ഉറപ്പാണ്. ദൈവവചനത്തിന് മുമ്പേ നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുവാൻ പറ്റുമോ? കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പ് നിങ്ങളെ തന്നെ സമർപ്പിച്ചത് പ്രാർത്ഥിക്കുവാൻ പറ്റുമോ? കർത്താവേ, ഞാൻ ഈ വചനത്തെ അനുസരിക്കുന്നു, ഈ പ്രമാണം ഞങ്ങൾ അനുസരിക്കുന്നു. 1000 തലമുറ വരെ ദയ കാണിക്കുവാൻ കഴിവുള്ളവനാകുന്ന ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ഞങ്ങളുടെ വഴികളൊക്കെയും ദൃഷ്ടി വെക്കുന്നവനാകുന്ന ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ഞങ്ങളുടെ വഴികളിൽ അങ്ങ് ദൃഷ്ടി വെക്കുമ്പോൾ അരുതാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ നാഥ അങ്ങ് ഇടയാക്കരുതേ എന്ന് ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാല് സ്തോത്രം. സംസാരിപ്പാനിടയിൽ നാവിനോട് കർത്താവ് കൂടെ ഇരുന്നതിനാല് സ്തോത്രം. കൃപമേൽ കൃപ ചൊരിയപ്പെടുമാറാകണം. പ്രാർത്ഥന കേട്ടതിനാല് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.